ഉൽപാദനമാണ് ഏറ്റവും പ്രകൃതി സൗഹാർദ്ദപരമെങ്കിലും ഇന്നത്തെ ഭൂമിയിലെ കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസൃതമായി ചിന്തിക്കുകയാണെങ്കിൽ ആണവോർജ്ജത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. കാരണം സുസ്ഥിര വികസനമാണ് ലോക രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. മികച്ച ഉൽപാദനവും ആണവോർജ്ജ നിലയങ്ങളുടെ നിർമ്മാണത്തിനാണ് പല വികസിത രാജ്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത്. എന്താണ് വൈദ്യുതോൽപാദനം? മറ്റു ഊർജ്ജ രൂപങ്ങളെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുതോൽപാദനം. സാധാരണയായി യാന്ത്രികോർജ്ജത്തെയാണ് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. നിരവധി സ്രോതസ്സുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ ചുരുങ്ങിയ ചില സ്രോതസ്സുകളിൽ നിന്നും അഥവാ വൻതോതിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചുരുങ്ങിയ ചില സ്രോതസ്സുകളിൽ നിന്നാണ്. ഇവയെ രണ്ടായി തിരിക്കാം: പരമ്പരാഗത സ്രോതസ്സുകളും പുനരുപയോഗ്യമായ ഊർജ സ്രോതസ്സുകളെന്നും അറിയുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അഥവാ ജലവൈദ്യുത നിലയം. ജലവൈദ്യുത നിലയത്തിൽ ഒഴുകുന്ന ജലത്തിന്റെ ശക്തിയെ പ്രയോജനപ്പെടുത്തി ടർബൈനുകൾ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെയാണ് ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്നത്. താപവൈദ്യുത നിലയം അഥവാ തെർമോ പവർ സ്റ്റേഷൻ. താപവൈദ്യുത നിലയത്തിൽ പെട്രോൾ, കൽക്കരി എന്നീ ഇന്ധനങ്ങളെ ചൂടാക്കി ഉയർന്ന അളവിലെ നീരാവികളെ ഉൽപ്പാദിപ്പിച്ച് ടർബൈനുകൾ കറക്കി ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിക്കുന്നു. കാറ്റാടി പാടങ്ങൾ. കാറ്റാടികൾ നിർത്തിയാണ് കാറ്റാടി പാടങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. കാറ്റാടി പാടങ്ങളിൽ കാറ്റിന്റെ ശക്തിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് കാറ്റാടി പാടത്തിൽ നടക്കുന്നത്. സോളാർ പവർ പ്ലാന്റ് അഥവാ സൂര്യന്റെ താപത്തെ ഉപയോഗിച്ച് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച്